അങ്ങോട്ട് മേയർ പോകുന്നുണ്ട്. ശ്രീമതി ആര്യ അവിടെ രാജേന്ദ്രൻ മാലിന്യം ശ്രീമതി എത്രത്തോളം ആര്യ രാജേന്ദ്രൻ, സംബന്ധിച്ച് നമുക്ക് ആർക്കും ബോധ്യമില്ല. ഇവിടെ റെയിൽവേക്കെതിരെ ഇനി നഗരസഭ എടുക്കാൻ പോകുന്ന നടപടി എന്താണ്? ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം സർക്കാർ തലത്തിൽ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഇപ്പോ നഗരസഭ അടിയന്തരമായി റെയിൽവേക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയും ആ നോട്ടീസിന്റെ ഭാഗമായി ഇപ്പോ ഇന്നലത്തെ ഒരു പത്രസമ്മേളനത്തിൽ ADRM പറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാ സംവിധാനവും ഉണ്ട് എന്നാണ് അവർ സൂചിപ്പിച്ചത്. അപ്പോൾ ആ സംവിധാനങ്ങളെല്ലാം അവർക്കുള്ള ജൈവ അജൈവ അതുപോലെ തന്നെ ഈ STP സംവിധാനം അടക്കമുള്ളതുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അത്തരം ഈ ലിക്വിഡ് വേസ്റ്റ് അടക്കം സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എങ്കിൽ അത് നഗരസഭയെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ നോട്ടീസ് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് അടുത്ത ദിവസം തന്നെ. ആര്യ, നേരത്തെ കൊടുത്ത 3-4 നോട്ടീസുകൾക്ക് ഒരു മറുപടി തരാതിരുന്ന, മൈൻഡ് ചെയ്യാതിരുന്ന റെയിൽവേ ഇപ്പൊ കൊടുക്കുന്ന നോട്ടീസിന് മറുപടി തരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കർശനമായി അവരെ റെസ്പോണ്ട് ചെയ്തില്ല എങ്കിൽ മറ്റ് തുടർന്നുള്ള ലീഗൽ ആക്ഷനിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ ഇന്നലെ ഈ വിഷയത്തിന് ശേഷം ഇന്നലെ വൈകുന്നേരം DRM എന്നെ നേരിട്ട് കാണുന്ന സമയത്ത് നഗരസഭയുടെ സഹായം ആവശ്യമാണ് എന്ന് ഈ വിഷയത്തിന് ശേഷം എന്നോട് പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഇത് മുൻകൂട്ടി നിങ്ങൾ പറയേണ്ട കാര്യമാണ്. നമുക്ക് എന്ത് വിഷയം ആണെങ്കിലും സർക്കാർ തലത്തിലും നഗരസഭാ തലത്തിലും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാമായിരുന്നു, ഇങ്ങനൊരു അപകടം ഒഴിവാക്കാമായിരുന്നു എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. അപ്പോ അതിനുശേഷം ഇന്ന് എല്ലാവരും നമുക്കറിയാം, ഇന്ന് നഗരസഭാ ജീവനക്കാരും ഞങ്ങൾ എല്ലാവരും ഈ ക്രിമേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോഡി കിട്ടിയതിനു ശേഷമുള്ള കാര്യങ്ങളായിരുന്നത് കൊണ്ട് തന്നെ നോട്ടീസ് തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ റെയിൽവേക്കെതിരെ ആ നീക്കങ്ങൾ ഉറപ്പായി നടത്തണം. പക്ഷേ റെയിൽവേയുടെ ആകെ ഇപ്പുറം 117 മീറ്റർ, പരമാവധി 200 മീറ്റർ ആണ്. ശ്രീമതി ആര്യ രാജേന്ദ്രൻ, അതിനപ്പുറവും ഇപ്പുറവും കേരളം കാണുന്നത് ആമയിഴഞ്ചാൻ തോട്ടിലെ ടൺ കണക്കിന് അഴുകിയൊഴുകുന്ന കറുത്തൊഴുകുന്ന മാലിന്യമാണ്. അത് നീക്കാൻ നഗരസഭയുടെ ഒരു ഇനിഷ്യേറ്റീവ് എന്താകും വരും ദിവസങ്ങളിൽ? അതുകൂടി പറയണമല്ലോ നമ്മൾ. അതെ, പറയാം. അതില് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേജർ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് നഗരസഭ ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ചെയ്യും. ഇപ്പൊ 17 ഇടങ്ങളിൽ, ഈ ആമയിഴഞ്ചൻ തോട് ഒഴുകിപ്പോകുന്ന 17 ഇടങ്ങളിൽ പ്ലാസ്റ്റിക് ഫിഷർ സ്ഥാപിച്ചുകൊണ്ട് മാലിന്യം ട്രാപ്പ് ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ട്. അതിൽ ഒന്നാമത്തെ ഫിഷറിന്റെ ഭാഗത്താണ് ഇന്ന് നമുക്ക് ഈ ബോഡി കിട്ടുന്ന സാഹചര്യം. അതായത് മാലിന്യം ട്രാപ്പ് ചെയ്ത് കൂടുതൽ ഒഴുകിപ്പോകാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ആ പ്രദേശങ്ങളിൽ നിന്ന്, ഈ 17 ഇടങ്ങളിൽ നിന്ന് കൃത്യമായ ഇടവേളകളിൽ നഗരസഭ അത് കളക്ട് ചെയ്ത് വള്ളക്കടവുള്ള ഒരു പ്ലോട്ടിലിട്ട് അതിന്റെ സെഗ്രിഗേഷൻ നടത്തി കൃത്യമായി ഇതിന്റെ സംസ്കരണ രീതിയിലേക്ക് മാറ്റുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി, ഇന്ന് കോടതി സർക്കാരിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശേഖരിക്കുന്ന ഈ വേസ്റ്റ്, കരാറുകാർ ശേഖരിക്കുന്ന ഈ വേസ്റ്റ് എങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ധാരണയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി മേയർക്കുണ്ടോ? കോടതിക്ക് കൊടുക്കാൻ ആവശ്യമായ എല്ലാ രേഖകളും ഇപ്പോ എന്നെ വക്കീൽ വിളിച്ചിരുന്നു. നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് എന്നെ വിളിച്ചിരുന്നു. അതെല്ലാം ഷെയർ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ നഗരസഭ ചെയ്തിട്ടുണ്ട്. അല്ല, കോടതിയിലല്ല, മേയർക്ക് അറിവുണ്ടോ ഇതെങ്ങോട്ടേക്കാണ് ഈ വേസ്റ്റ് ഇവർ കൊണ്ടുപോയി ഇടുന്നതെന്ന് മേയർക്ക് അറിവുണ്ടോ? ആർക്കെങ്കിലും അറിവുണ്ടോ? അതെ, ഞാൻ പറയാം. ഇതിൽ ഇപ്പോ നഗരസഭ ജൈവ മാലിന്യങ്ങൾ കൊടുക്കുന്ന, അതായത് ഇത്തരം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊടുക്കുന്ന ഏജൻസികൾ കൃത്യമായി നഗരസഭയുമായി കരാർ എത്തുന്ന സമയത്ത് നഗരസഭയുടെ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ അവരുടെ സംവിധാനം പരിശോധിച്ചതിന് ശേഷം, കൗൺസിലർമാരടങ്ങുന്ന സംഘം പരിശോധിച്ചതിന് ശേഷമാണ് ആ എഗ്രിമെന്റിൽ ഏർപ്പെടുന്നത്. അതിൽ ക്ലീൻ കേരള കമ്പനി അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് നഗരസഭയെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം തന്നെയാണ് നഗരസഭ കരാറിൽ ഏർപ്പെടുന്നത്. അപ്പോ അതിനനുസരിച്ചുകൊണ്ടുള്ള ഒരു കരാർ വ്യവസ്ഥയാണ് നഗരസഭയും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഇന്ന് ഈ ഘട്ടത്തിലൊന്നും നമുക്ക് നമ്മുടെ നിന്ന് എടുത്തുകൊണ്ടുപോകുന്ന അത്തരം മാലിന്യങ്ങൾ, ഈ കമ്പനികൾ എടുത്തുകൊണ്ടുപോകുന്ന മാലിന്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ സംസ്കരിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു വിഷയം നമ്മുടെ മുന്നിലില്ല. കൃത്യമായി എങ്ങനെയാണെന്ന് ആമയിഴഞ്ഞതോട് ഇത്രത്തോളം വേസ്റ്റ് ഉണ്ടാവുന്നത്? ഇപ്പോ നമുക്ക് വിളക്കുശാലയില്ല, സത്യമാണ്. എങ്കിൽ കൂടിയും നമ്മുടെ മാലിന്യം ഈ പറയുന്ന മട്ടിൽ കരാറുകാർ കൃത്യമായ കാര്യങ്ങൾ പോയി ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ടൺ കണക്കിന് മാലിന്യം ഈ തോട്ടിലേക്ക് ഇങ്ങനെ എത്തുന്നത്? വേറെ നമ്മളെ മാലിന്യം വലിച്ചെറിയാൻ പാടില്ല എന്ന പൊതു സന്ദേശം കൊടുക്കണം എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. അതൊരു പൊതുബോധമായി നമ്മുടെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഇപ്പോ ഇത്തരം സംസ്കരണ രീതികൾ, ഇത്തരം ഔദ്യോഗിക സംവിധാനങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ 100 വാർഡിലും ഹരിതകർമ്മസേന അടക്കം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത്. അതിൽ ഇന്ന് തന്നെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കേരളത്തിൽ മൊത്തത്തിൽ തന്നെ ഹരിതകർമ്മസേനയുടെ ഈ കവറേജ് നമുക്ക് ഉയർത്താൻ വേണ്ടി സാധിച്ചു. അതായത് കൂടുതൽ മാലിന്യം
പൊതുനിരത്തിൽ വരാതെ തന്നെ കളക്ട് ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങൾ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു. ഇത്തരം ഔദ്യോഗിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് മാലിന്യം കൈമാറാതെ ഏതെങ്കിലും സാഹചര്യത്തിൽ അത് തോടിലേക്ക് വലിച്ചെറിയുന്നുണ്ട് എങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. മാലിന്യം വലിച്ചെറിയുന്ന ഓരോ വ്യക്തിയും അത് തിരുത്തണം എന്നുള്ള സന്ദേശമായിരിക്കും. ശരി, അങ്ങനെ തിരുത്താൻ തയ്യാറല്ലാത്ത മനുഷ്യർ എൻഫോഴ്സ് ചെയ്യേണ്ടത് നഗരസഭയിൽ നമ്മളും ഒക്കെയാണ്. ക്യാമറകളുണ്ട്, നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ ആരാ കൊണ്ടിടുന്നതെന്ന്? ശക്തമായ എൻഫോഴ്സ്മെന്റ് നടത്തുന്നുണ്ട്. അതിൽ നിന്ന് ഫൈൻ ഈടാക്കുന്നുണ്ട്. കർശനം ഇപ്പോൾ അമെന്റ്മെന്റ് കൂടി വന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടിയ തുക തന്നെ ഈടാക്കിക്കൊണ്ട് ഒരു പൊതുബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ കർശനമാക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ആക്ഷൻ പ്ലാൻ അടക്കം തയ്യാറാക്കി വരുന്ന ദിവസങ്ങളിൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി നഗരസഭ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കും. ശരി, നന്ദി ശ്രീമതി ആര്യ രാജേന്ദ്രൻ.